കലുങ്ക് സംവാദത്തിനിടെ സുരേഷ് ഗോപി എംപിയാൽ അപമാനിതനായ പുള്ളിലെ കൊച്ചുവേലായുധനെ CPIM നിർമ്മിച്ച വീട് കൈമാറി. 11.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വേലായുധന്റെ കുടുംബത്തിന് സ്വപ്ന വീടൊരുക്കിയത്. കഴിഞ്ഞ സെപ്റ്റംബർ 12-നാണ് തെങ്ങ് വീണ് തകർന്ന വീടിന്റെ നിർമ്മാണത്തിനായി പുള്ള് സ്വദേശി തായാട്ട് വീട്ടിൽ വേലായുധൻ സുരേഷ് ഗോപി എംപിയുടെ സഹായം തേടിയത്. പുള്ളിൽ നടന്ന കലുങ്ക് സംവാദത്തിനിടയിലായിരുന്നു സഹായത്തിനായി വേലായുധൻ എംപിയെ സമീപിച്ചത്. ഇതൊന്നും തന്റെ പണിയല്ലെന്ന് പറഞ്ഞായിരുന്നു MP ഇദ്ദേഹത്തെ മടക്കി അയച്ചത്. വിവാദ സംഭവം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതിന്റെ അടുത്ത ദിവസം CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പുള്ളിലെത്തി വേലായുധന്റെ കുടുംബത്തിന് പുതിയ വീട് വാഗ്ദാനം ചെയ്തു. ചേർപ്പേരിയയിലെ പാർട്ടി അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് 11.5 ലക്ഷം രൂപ ചെലവഴിച്ച് വീട് നിർമ്മിച്ചു നൽകുകയായിരുന്നു. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും ശുചിമുറിയും വരാന്തയും ഉൾപ്പെടുന്നതാണ് പുതിയ വീട്. 600 ചതുരശ്രയടി വിസ്തൃതിയുള്ള വീട് 3 മാസത്തിനുള്ളിലാണ് നിർമ്മിച്ചത്. പുള്ളിൽ സംഘടിപ്പിച്ച ആത്മാഭിമാന സദസ്സിൽ വെച്ചാണ് വീടിന്റെ സമർപ്പണം നടത്തിയത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താക്കോൽദാനം നിർവഹിച്ച് ആത്മാഭിമാന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഇന്നിപ്പോൾ ഏതാണ്ട് 5 ലക്ഷം വീട് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ചേർന്ന് ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും നിർമ്മിച്ച് നൽകണം എന്ന് തീരുമാനിച്ചു. ഇതിനകം 2500-ലധികം വീട് ഈ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ പിന്തുണയോടെ നിർമ്മിച്ച് നൽകി. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചില ലോക്കൽ കമ്മിറ്റികൾ ഒരു വീടിന് ആഹ്വാനം ചെയ്തപ്പോൾ 1 അല്ല 2, 3, 4, 5, 10, 12 വീട് നൽകിയ ലോക്കൽ കമ്മിറ്റി വരെ ഈ തൃശ്ശൂർ ജില്ലയിലാണ്. 12ാമത്തെ വീട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ വന്നിരുന്നു. ആ കലുങ്ക് സംവാദത്തിൻ്റെ ഭാഗമായി പലരും ഒത്തുചേർന്നു, പലരും പല കാര്യങ്ങളും പറഞ്ഞു. ആ പറയുന്നതിൻ്റെ ഇടയിലാണ് വീട് തകർന്നുപോയ എൻ്റെ സ്വന്തം വീട് അത് ഒതുക്കി പണിയുന്നതിന് വേണ്ടിയുള്ള സഹായം കൊച്ചുവേലായുധൻ്റെ കുടുംബത്തിന് വേണ്ടി കൊച്ചുവേലായുധൻ തന്നെ ഒരു നിവേദനമായി സമർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷനായി. CPIM വളരെ വേഗതയിൽ ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് അതേക്കുറിച്ച് ദീർഘമായിട്ടൊന്നും പറയാനില്ല. ഒറ്റ കാര്യം മാത്രം, ഈ നിർമ്മാണം നമ്മൾ ഏറ്റെടുക്കണം എന്ന് ജില്ലാ കമ്മിറ്റി നിർദ്ദേശിച്ചപ്പോൾ മറിച്ചൊന്നും പറയാതെ സർവാത്മന ഈ ചുമതല ഏറ്റെടുത്ത് 75 ദിവസം കൊണ്ട് ഈ നിർമ്മാണം പൂർത്തീകരിച്ച ചേർപ്പേരിയ കമ്മിറ്റിയെ ഊഷ്മളമായി ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. ഈ സദുദ്യമം നാടിന് മാതൃകയാവട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറയുന്നു. കൊച്ചുവേലായുധനോട് അദ്ദേഹം ആ വേദിയിൽ അവഹേളിക്കപ്പെട്ടതും നിന്ദിതനും അവഹേളിതനുമായ ആ മനുഷ്യൻ്റെ അന്നത്തെ ഇരിപ്പ് എനിക്കൊരിക്കലും മറക്കാൻ കഴിയുന്ന ഒന്നല്ല. കേരളത്തിലെ അനേകം മനുഷ്യർ ഞാൻ ഓർക്കുന്നുണ്ട്, മാധ്യമപ്രവർത്തകരുൾപ്പെടെ വിളിച്ചു പറഞ്ഞൊരു കാര്യം, നിങ്ങൾ കണ്ടില്ലേ ആ വിഷ്വൽ? എന്തൊരു ധിക്കാരമാണ്! ചക്രവർത്തി തിരുമനസിൻ്റെ മട്ടിലുള്ള അയാളുടെ ആ ഇരിപ്പും ഈ സാധുവായിട്ടുള്ളൊരു മനുഷ്യനോട് കാണിച്ച ധിക്കാരവും നിങ്ങൾക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയുന്നു? നിങ്ങൾ അതിന് സർഗാത്മകമായൊരു മറുപടിയാണ് നൽകേണ്ടത് എന്ന് എന്നോട് ആവശ്യപ്പെട്ട ഈ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ സഹയാത്രികരും മാധ്യമ പ്രവർത്തകരുമായിട്ടുള്ള പലരുമുണ്ട്. അവരുടെ ആഗ്രഹം കൂടിയാണ് ഇവിടെ സഫലമാക്കപ്പെട്ടത് എന്ന് വളരെ സന്തോഷപൂർവ്വം ആത്മാഭിമാനപൂർവ്വം ഇവിടെ അറിയിച്ചു. ചേർപ്പേരിയ സെക്രട്ടറി AS ദിനകരൻ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PR വോഗീസ്, CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, KS മോഹൻദാസ്, P ചന്ദ്രൻ, സെബി ജോസഫ്, VR ബിജു, TR മീര, ചാഴൂർ ലോക്കൽ സെക്രട്ടറി K ഗോപി, ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ എന്നിവർ സംസാരിച്ചു. ഏതായാലും പോയ വർഷത്തെ വിവാദം വേദനിപ്പിച്ചെങ്കിലും കൊച്ചുവേലായുധന് സന്തോഷിക്കാം, പുതുവർഷത്തിൽ പുതിയ വീട് ലഭിച്ചതിൽ.